എപ്പോഴും പറയും, മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന മതേതരത്വത്തിനുള്ള ഒരു മോഡലാണ് ലോകത്തിന് മുഴുവനുള്ള. കാരണം അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. പ്രവാചകൻ ഭരണഘടന ഉണ്ടാക്കിയത് ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല, ഇസ്ലാമിനും ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഒരുമിച്ച് അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥനകൾ നടത്താൻ, അവർക്ക് മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയായിരുന്നു അത്. ശ്രീ പന്നിയൻ രവീന്ദ്രന് ഈ അവാർഡ് നൽകാൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ കരുതുന്നത് ഞാനാണ് ആദരിക്കപ്പെട്ടതെന്നാണ്. ഞാൻ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഓരോ അവാർഡുകളും ധന്യമാകുന്നത് അത് ആർക്കാണ് നൽകിയത് എന്ന് പരിശോധിക്കുമ്പോഴാണ്. ഈ അവാർഡ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഒരു അവാർഡായി മാറാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങളത് ഏൽപ്പിക്കുന്നത് ശരിയായ കൈകളിലാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെറുപ്പം മുതൽ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. അദ്ദേഹം വിശുദ്ധിയുടെ പര്യായമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും അസൂയ ഉണർത്തുന്ന തരത്തിൽ സംസ്ഥാനത്തുടനീളം സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. തിരുവനന്തപുരത്ത് ഇത്തിരി കൂടുതലാണ് സൗഹൃദം. സ്വന്തം ജില്ലയേക്കാൾ കൂടുതൽ സൗഹൃദം അദ്ദേഹം ഉണ്ടാക്കിയത് തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധിയായി, പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും MP ആകുന്നതിന് മുമ്പും അതിന് ശേഷവുമെല്ലാം ഒരു വ്യത്യാസമില്ല. നമ്മൾ കാണുന്ന, നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രീ പന്നിയൻ രവീന്ദ്രനാണ്. ഞങ്ങൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞാൻ പ്രയാസപ്പെട്ടു പോയി. കാരണം നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായി വരിക. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അന്ന് കാണിച്ച ഒരു മര്യാദ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരും കാണിച്ചതാണ്. ഇത് എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായം പറയും. തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അതുപോലെ തന്നെ തിരിച്ചും പറയും. ആളുകളാകെ കൺഫ്യൂഷനായി. സാധാരണ സ്ഥാനാർത്ഥികൾ ചിലപ്പോഴൊക്കെ ഒന്ന് പറയുമെങ്കിലും ഇടയ്ക്ക് അതിൻ്റെ അകത്ത് കുത്തുവാക്കുകളൊക്കെ തിരികെ കയറ്റും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്. ഇതൊരു കുത്തുവാക്ക് വെച്ച് കയറി പറ്റാൻ പറ്റില്ല. ഞങ്ങളൊരു മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പറവൂരിലെ മുനിസിപ്പൽ പാർക്കിൽ പങ്കെടുത്തു. അവിടെ എല്ലാവരും രണ്ട് സൈഡായിട്ട് തിരിഞ്ഞ് ഇടതുപക്ഷവും അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യ അവസാനം ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായത്. എനിക്കും ഭയങ്കര ഗമയായി അദ്ദേഹത്തെ പോലെ ഒരാളോട് മത്സരിക്കുന്നു എന്നുള്ളത്. അത്രയും ആളുകളെല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. ഒരു സംശയമില്ല. ഞാൻ ഒരു അതിശയോക്തിയും കൂടാതെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആളുകളോടുള്ള പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ജീവിതത്തിൽ ആ ഒരു ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ അത്ര ലാളിത്യമുള്ള ആളല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം വളരെ നമുക്ക് മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ലാളിത്യം ജീവിതത്തിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എന്നും കൊണ്ടു നടക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഞാൻ ഈ അവാർഡ് സമ്മാനിച്ചത്. നിറഞ്ഞ മനസ്സോടെ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ഏർപ്പെടുത്തിയ ഇതിൻ്റെ സ്ഥാപകനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന SM നൂഹ് സാഹിബിൻ്റെ പേരിലുള്ള ഈ കർമ്മയോഗി പുരസ്കാരം ശ്രീ പന്നിയൻ രവീന്ദ്രന് സമർപ്പിച്ചതായി ഞാൻ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ രാജ്യവും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലം. ഒരുപാട് പേർക്ക് അരക്ഷിതത്വമുണ്ട് നമ്മുടെ രാജ്യത്ത്. ഭയമുണ്ട്, എന്ത് സംഭവിക്കുമെന്നുള്ള ഭയമുണ്ട്. പക്ഷേ
ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു ശക്തിക്കും നമ്മുടെ മതേതര മൂല്യങ്ങളെ തകർക്കാൻ പറ്റില്ല. ഒരു ഫാസിസത്തിനും തകർക്കാൻ പറ്റില്ല. നമുക്ക് വലിയ മതേതര മൂല്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. പാശ്ചാത്യ നാടുകളിലെ മതേതരത്വം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇന്ത്യയിലെ മതേതരത്വം പാശ്ചാത്യ നാടുകളിൽ വിവക്ഷിക്കപ്പെടുന്ന മതേതരത്വവുമായൊരു വ്യത്യാസമുണ്ട്. ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല, എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഇൻക്ലൂസീവായ ഒന്നാണ് ഇന്ത്യയുടെ മതേതരത്വം. നമുക്ക് അവരവർ ഇഷ്ടപ്പെടുന്ന അവരവരുടെ മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെ സ്വന്തം സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ അവകാശത്തിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയും, മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന മതേതരത്വത്തിനുള്ള ഒരു മോഡലാണ് ലോകത്തിന് മുഴുവനുള്ള. കാരണം അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. പ്രവാചകൻ ഭരണഘടന ഉണ്ടാക്കിയത് ഇസ്ലാമിന് വേണ്ടി മാത്രമല്ല, ഇസ്ലാമിനും ക്രൈസ്തവർക്കും ജൂതന്മാർക്കും ഒരുമിച്ച് അവരുടെ മതവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥനകൾ നടത്താൻ, അവർക്ക് മതപരമായ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു ഭരണഘടനയായിരുന്നു അത്. ആ അന്തസത്തയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ അവർ നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും ഉയർത്തിപ്പിടിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്തൊരു സ്വാതന്ത്ര്യ സമരമാണ്. കാരണം അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു സമരമായിരുന്നില്ല. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി കൂടി നടത്തിയ, സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു. അല്ലേ? അതാണ് വ്യത്യസ്തമാകുന്നത്.